ലോകമാകെ പൊതുവെയും ഇന്ത്യ പ്രത്യേകിച്ചും ഒരു ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഏതാണ്ട് ഡിജിറ്റൽ രൂപത്തിൽ ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കറൻസി നോട്ടുകളും നാണയത്തുട്ടുകളും ഒക്കെ പുരാവസ്തുക്കളാകാൻ ഇനിയും അധികം താമസം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ബാങ്കുകളിലൊക്കെ നാമമാത്രമായി വളരെ കുറച്ച് സ്റ്റാഫ് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന അത്യഭൂതപൂർവമായ ഒരു സാഹചര്യമാണ് ലോകമെമ്പാടും കാണുന്നത്. ഇപ്പോൾ ബാങ്കിൽ പോകുന്ന ആളുകളുടെ എണ്ണം പോലും കുറഞ്ഞിരിക്കുന്നു. എല്ലാ ക്രയവിക്രയങ്ങളും വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നടത്താൻ കഴിയുന്ന ഒരു വലിയ വിപ്ലവത്തിലൂടെ ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുമായും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ള സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരളവ് വരെ വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെയാണ് ഈ ആപ്പിന്റെ പ്രയോഗങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ATM പോലും ഏതാണ്ട് ഉപേക്ഷിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഗൂഗിൾ പേ, അതുപോലെ പേടിഎം, അതുപോലെ വാൾമാർട്ടിൻ്റെതായിട്ടുള്ള നിരവധി ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഏതാണ്ട് ഒരു 80% ആളുകളും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 2 കോടി വ്യവസായ സ്ഥാപനങ്ങളാണ് ഈ ഡിജിറ്റൽ ആപ്പ് വഴി അവർ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന കണക്കനുസരിച്ച് 3 കോടി ജനങ്ങൾ ഏതാണ്ട് എല്ലാ ക്രയവിക്രയങ്ങളും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഉൾപ്പെടെ ഉള്ള ഇടപാടുകളെല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച, തട്ടുകടകളിൽ പോലും പലപ്പോഴും QR കോഡ് ഉപയോഗിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ചെറിയ തുകയാണെങ്കിൽ പോലും കൊടുക്കുന്ന രീതിയിലേക്ക് ഇത് വളരെ അനായാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വലിയ വിപ്ലവത്തിനിടയിലാണ് പേടിഎമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നതും പേടിഎമ്മിൽ നിന്ന് ധാരാളം ഉപഭോക്താക്കൾ ഗൂഗിൾ പേയിലേക്കും വാൾമാർട്ടിന്റെ മറ്റ് ആപ്പ് സംവിധാനങ്ങളിലെയും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ അല്പം രാഷ്ട്രീയമായി കൂടി കാണേണ്ടതായിട്ടുണ്ട്. ശ്രീ നരേന്ദ്രമോദിയുമായി പരോക്ഷമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില ഇടപാടുകൾ ഈ പേടിഎമ്മിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു, സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും. എന്നാൽ അതിനകത്തുള്ള രാഷ്ട്രീയമായ അംശം എന്ന് പറയുന്നത് ഈ തരം അന്വേഷണങ്ങളിൽ വേണ്ട രീതിയിലുള്ള ശുഷ്കാന്തിയും ജാഗ്രതയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാണിക്കുന്നില്ല. അവിടെയാണ് ഈ സർക്കാരിൻ്റെ സ്വാധീനം ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ 10 വർഷങ്ങളായി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസികളായ CBI, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, വിജിലൻസ് ഡയറക്ടറേറ്റ് തുടങ്ങിയതായിട്ടുള്ള സ്ഥാപനങ്ങൾ പലയിടങ്ങളിലായി പലതരത്തിൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പലപ്പോഴും ആരോപണ വിധേയരായിട്ടുള്ളത് പ്രധാനമായും അതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നുണ്ട് എന്നതിൻ്റെ പേരിലാണ്. മറ്റൊരു തരത്തിൽ ലളിതമായി പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രതിയോഗികളെ കുടുക്കിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്തരിച്ച് അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ആരുടെയൊക്കെ പേരിലാണ് അന്വേഷണം നടന്നിട്ടുള്ളത്, ആരുടെയൊക്കെ പേരിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, ആരൊക്കെ ഇപ്പോൾ ജയിലിനകത്തുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കള്ളരേഖകൾ ഉണ്ടാക്കി പണം ആർജിച്ചതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ, ഇങ്ങനെ നിരവധി ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും പേരിൽ
രാജ്യമെമ്പാടും ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണങ്ങളെ കുറിച്ച് സാധാരണ ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും ഇപ്പോൾ അറിയത്തക്ക രീതിയിൽ അത്ര വ്യാപകമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കൊച്ചിയിലെ CMR-ലും മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയിരുന്നതായിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള അവിഹിതമായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന വളരെ വലിയ അധികാരങ്ങളുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസങ്ങളായി ആ അന്വേഷണ ഏജൻസി, വളരെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന അന്വേഷണ ഏജൻസി കൊച്ചിയിലെ CMR ഓഫീസ് പരിശോധിച്ച് വേണ്ടത്ര രേഖകളൊക്കെ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത അനുസരിച്ച് തിരുവനന്തപുരത്ത് ഈ CMR എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ ഓഹരി ഉടമസ്ഥതയുള്ള സംസ്ഥാന ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമായ KSIDC ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും രേഖകൾ പിടിച്ചെടുക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. ഇനിയും അവർ പോകാൻ പോകുന്നത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളോ സൂചനകളോ അനുസരിച്ച് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീമതി വീണ വിജയൻ നടത്തിയിരുന്നതും ഇപ്പോൾ അടച്ചുപൂട്ടിയതുമായ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ രേഖകൾ തപ്പിയാണ്. അവിടെയും ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ചില രേഖകൾ അവർ കൊടുക്കാൻ നിർബന്ധരാവും. കമ്പനി അടച്ചുപൂട്ടിയോ എന്നത് അവർക്ക് വിഷയമല്ല. കമ്പനി അടച്ചുപൂട്ടിയത് പോലും ചട്ടരഹിതമായിട്ടാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ അധികാരങ്ങളുള്ള ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് സംബന്ധിച്ചുള്ള രേഖകളും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന ഒരു ഭാഗത്തെ പരാതി, മറുഭാഗത്ത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ, അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റുകൾ അന്വേഷണം മരവിപ്പിക്കുകയോ ഉദാസീനത കാട്ടുകയോ ജാഗ്രതക്കുറവ് കാട്ടുകയോ ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം. ഏതായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള ആപ്പുകൾ, പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ വാൾമാർട്ടിൻ്റെതായിട്ടുള്ള പല ആപ്പുകളൊക്കെ ഇപ്പോൾ പലതരത്തിൽ പല അന്വേഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേടിഎമ്മിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഇടപാടുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടപാടുകാരൊക്കെ ആ പേടിഎമ്മിനെ ഉപേക്ഷിച്ചു തുടങ്ങുന്നു എന്നതാണ് വലിയ വാർത്ത. അതിന്റെ ഫലമായി പേടിഎമ്മിന്റെ ഓഹരിയിൽ തന്നെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ഷെയർ മാർക്കറ്റിൽ അവർക്ക് ഈ അടുത്ത കാലത്ത് തന്നെ വലിയ നഷ്ടമുണ്ടായി എന്നും ഇതിനോടൊപ്പം കേൾക്കുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെയും ഒരു രാഷ്ട്രീയ അംശം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമാൻ നരേന്ദ്രമോദി ഈ പേടിഎമ്മിന് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അന്വേഷണത്തിൽ ഏജൻസികൾക്കൊരു സ്വാതന്ത്ര്യം കാര്യമായി കൊടുത്തിട്ടില്ല. അവിടെ എന്തൊക്കെയോ ചില നിഗൂഢതയുണ്ട് എന്ന് ആക്ഷേപങ്ങളും പരാതികളും വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടിൽ നിന്ന് ഇനിയും ലോകരാഷ്ട്രങ്ങൾക്ക് പിന്നാക്കം പോകാൻ സാധ്യമല്ല. അത് അനുദിനം അതിൻ്റെ വ്യാപനവും ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റ സയൻസും റോബോട്ടിക്സും ഒക്കെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എല്ലാവരും ആയിരിക്കുമ്പോൾ ഈ തരം കാര്യങ്ങൾ ഒരിക്കലും പിന്നാക്കം പോവുകയല്ല, മുന്നാക്കം തന്നെ പോകും എന്ന കാര്യത്തിലും സംശയമില്ല. അവിടെ നാം കാണേണ്ട ഒരു കാര്യം, അന്വേഷണ ഏജൻസികളെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്ന ഭരണപരമായ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ സംസ്ഥാന ഗവൺമെന്റുകളാകട്ടെ പിറകോട്ട് പോകുന്നത് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. മുഖം നോക്കി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നത് അധാർമികമാണ്, സത്യസന്ധതയില്ലാത്തതാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ക്രമക്കേടാണെങ്കിലും ശരി,
അധികാരമുള്ള അന്വേഷണ ഏജൻസികളെ യഥായോഗ്യം ചട്ടങ്ങൾ അനുസരിച്ച് അന്വേഷിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിൻ്റെ ഫലമായി കണ്ടെത്തുന്നതായിട്ടുള്ള ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭരണത്തിൽ സുതാര്യത ഉണ്ട് എന്ന് പറയാനായി സാധിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ഈ സമയത്തിന് അസാധാരണമായ പ്രാധാന്യമുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോഴൊക്കെ ഈ തരം വിഷയങ്ങൾ കൂടുതലായ ചർച്ചയ്ക്ക് വിധേയമാകും. അപ്പോൾ പ്രതിപക്ഷ ഭരണപക്ഷ ഏറ്റുമുട്ടലിന് പോലും ഇതിന് വഴിയൊരുക്കും എന്ന കാര്യത്തിലും സംശയമില്ല. വരും ദിവസങ്ങളിൽ ഏതായാലും ഇപ്പോൾ പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിലായി ജാർഖണ്ഡിൽ ഉൾപ്പെടെ നടക്കുന്നതായ അന്വേഷണങ്ങളുടെ ഗതി എന്താകുമെന്ന് കൗതുകത്തോടും ജിജ്ഞാസയോടും ഉത്കണ്ഠയോടും കൂടിയാണ് ഒരളവ് വരെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്.